In the name of the Holy Trinity, the Father, Son, and the Holy Spirit, let me take this opportunity to declare the inauguration of the second Harvest Festival of St. Stephen's Orthodox Church, Kuwait. Of course, most of us are Malayalis. We would be appreciating speech in Malayalam. So I switch into Malayalam. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ദൈവസന്നിധിയിലുള്ള നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും ഉദാത്ത ഭാവം തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള നൈവേദ്യം എന്ന് പറയുന്നത്. എല്ലാ ദൈവിക വേദ പ്രമാണങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നുണ്ട്, നീ തന്നെയാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ നിവേദ്യമായി തീരേണ്ടത്. That you yourself is the most beautiful offering in front of God. Thanksgiving festivals from European context, from other cultures, from Indian context, it always looks back from what we evolved and at which level we are right now. എവിടെ നിന്ന് നാം ആരംഭിച്ചു, ഇപ്പോൾ നാം എവിടെയാണ്, അതിന് നാം ആരോട് കടപ്പെട്ടിരിക്കുന്നു, ഈ കാര്യങ്ങൾ എല്ലാം നന്ദി പ്രകാശനത്തിൽ ഉണ്ട്. ക്രൈസ്തവ സമൂഹങ്ങളിൽ വളരെ ധ്യാനാത്മകമായിട്ട് നാം പാടുന്നൊരു ഗാനമാണ്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ആരാധനാലയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം ചൊല്ലുന്ന പ്രാർത്ഥനയും ഇതുതന്നെയാണ്. ബഹുമതിപൂർവം ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വന്ന് എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. With all respect, humility, may I come, enter into the courts of Lord, and I will offer my offerings in front of thee. But if you look into the original Hebrew of that verse, you may get even the meaning that with most respect I will enter to the courts of the Lord, and I will sacrifice myself as the offering to thee. ഞാൻ തന്നെ നിനക്ക് പ്രസാദകരമായ യാഗമായി തീരും. നമ്മുടെ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്ന സന്ദർഭങ്ങളിൽ ആദ്യഫലങ്ങളെ നാഥിന് നൽകിൻ എന്നുള്ള വളരെ പ്രസിദ്ധമായ സങ്കീർത്തന ഭാഗം നാം ചൊല്ലാറുണ്ട്. നമ്മുടെ നന്ദി പ്രകടനത്തിൻ്റെ ഏറ്റവും ക്ലാസിക്കലായിട്ടുള്ള ഭാവം ആണ് ആരാധന എന്ന് ഞാൻ സൂചിപ്പിച്ചു. വിശുദ്ധ കുർബാന എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം കാറേബ്, ലിറ്റൂർഗിയ, യുക്കറിസ്തിയ, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം ദൈവസന്നിധിയിലുള്ള സമ്പൂർണ്ണ സമർപ്പണം എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർവ നന്മകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവിസ്മരണീയമായ ഒരു സന്ദർഭം, ആ ഹാർവസ്റ്റ് ഫെസ്റ്റിവലിനെ എല്ലാ ആശംസകളും ഈ സമയത്ത് പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്.